ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഒരു കാരണവശാലും വിട്ടയക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ട TP കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ ഉന്നതങ്ങൾ അറിഞ്ഞ് ഏറ്റെടുത്ത തീരുമാനം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് കണ്ണൂരിലെ CPMO എന്നതാണ് ചോദ്യം. CPM നേതാക്കളിൽ നിന്നാണോ ഇത് ചോർന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. പിണറായിക്കെതിരെ നീങ്ങുന്ന CPM നേതാക്കൾ വാർത്ത കൃത്യമായി എത്തിക്കേണ്ടിടത്ത് തന്നെ എത്തിച്ചു എന്നാണ് വിവരം. സർക്കാർ ഉന്നതർ അതീവ രഹസ്യമായി സൂക്ഷിച്ച വിവരങ്ങൾ വിവാദമായപ്പോൾ ഉദ്യോഗസ്ഥത്തിൽ നടപടിയെടുത്ത് തലയൂരാനാണ് സർക്കാരിന്റെ നീക്കം. TP കേസ് പ്രതികളെ വിട്ടയച്ചുവെങ്കിലും കണ്ണൂരിലെ പല നേതാക്കളുടെയും അന്തഃപുര രഹസ്യങ്ങൾ പ്രതികൾ വിളിച്ചു പറയുമെന്ന സാഹചര്യത്തിലാണ് പ്രതികളെ വിട്ടയക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരും ഗവർണറും വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയതോടെയാണ് സർക്കാർ ആരോപണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ തലയിൽ ചാരി രക്ഷപ്പെട്ടത്. TP ചന്ദ്രശേഖർ വധക്കേസ് പ്രതികളെ വിട്ടയക്കില്ല എന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഒടുവിൽ സമ്മതിച്ചു. പ്രതികളെ വിട്ടയക്കാൻ വഴിവിട്ട നീക്കമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. TP കേസ് പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷാ ഇളവ് പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിലിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെടുത്താമെന്നും തുടർ പരിശോധനകളിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നും ജയിൽ മേധാവി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജയിലിൽ ഒരു നിശ്ചിത കാലപരിധിക്ക് കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന രാജ്യവ്യാപകമായി ചില ആലോചനകളും പദ്ധതികളും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിലൊരു മാനദണ്ഡം 10 വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനായിരുന്നു. അതിനനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിലിൽ സൂപ്രണ്ട് നൽകിയത്. അങ്ങനെയാവാം TP കേസ് പ്രതികളായ TK രാജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് ഉൾപ്പെടുന്നത് എന്നും DGP പറയുന്നു. TP കേസ് പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ഉത്തരവ് ജയിൽ DGPയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. ഇനി പട്ടികയിൽ ഉൾപ്പെടാൻ പോലും ജയിൽ ആസ്ഥാനത്തെ അന്തിമ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടില്ല എന്നും ജയിൽ മേധാവി പറയുന്നു. ശിക്ഷാ ഇളവ് സംബന്ധിച്ച പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തു വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചന ഉണ്ട് എന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജയിലിൽ ജൂൺ 13 അയച്ചിരുന്ന കത്തിൽ പറയുന്നു. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവർ ഉണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നു എന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ MLA പ്രതികരിച്ചു. പ്രതികൾക്ക് വഴിവിട്ട പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കുവാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകുവാനും സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. പ്രതികളുടെ കൂടെയാണ് സർക്കാർ എന്നും വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ്. കോടതി ലക്ഷ്യമാണ് എന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും KK രമ പറഞ്ഞിരുന്നു. TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് സംസ്ഥാന തലത്തിലുള്ള CPM നേതാക്കളെയെല്ലാം വിവരമുണ്ടായിരുന്നു. ജയിൽ ഉപദേശക സമിതിയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം CPM നേതാക്കളാണ്. P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജയിൽ ഉപദേശക സമിതിയിൽ നിർണായക സ്വാധീനമുണ്ടെന്നാണ് CPM നേതാക്കൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് TP കേസ് ആദ്യമായി ഒരുക്കിയത്. എന്നാൽ TPയുടെ ഭാര്യ KK രമ UDFൽ തന്നെ എത്തി. അന്നത്തെ ആഭ്യന്തരമന്ത്രി TP കേസ് അന്വേഷണത്തിലെ ആദ്യ അന്തകനെന്ന UDF നേതാക്കൾ ഇപ്പോഴും സമ്മതിക്കും. രമേശ് ചെന്നിത്തല നടത്തിയ പത്രസമ്മേളനങ്ങളിലും കത്തിയും മുനയും നീണ്ടത് തിരുവഞ്ചൂരിന് നേരെയായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ നിന്ന് മാറിയ തിരുവഞ്ചൂർ സ്വതന്ത്ര ഗ്രൂപ്പിന്റെ വക്താവാണ്. വധക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണ് എന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല പലവട്ടം ആരോപിച്ചിട്ടുണ്ട്. കൃത്യം നടത്തിയതിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന് നേരിട്ട് പങ്കുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായും കിട്ടാതിരുന്നതാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീണ്ടുപോയത് എന്നും കാരണമാകുന്നുണ്ട്. സർവീസ് പ്രൊവൈഡർമാരോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. താൻ ആഭ്യന്തരമന്ത്രിയായ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു. ഫോൺ കോൾ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും TP വധ ഗൂഢാലോചനയിൽ ഉൾപ്പെടുമായിരുന്നു. ഫോൺ രേഖകൾ പൂർണ്ണമായി കിട്ടാത്തതിന് കാരണം തിരുവഞ്ചൂരാണെന്നാണ് ചെന്നിത്തല പറഞ്ഞു വെച്ചത്. എന്നാൽ ഫോൺ രേഖകൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നു. കൊല നടക്കുമ്പോൾ തിരുവഞ്ചൂരായിരുന്നു താക്കോൽ സ്ഥാനത്ത്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള KK രമയുടെ നിലപാടിന് UDFന്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടാകും. 2 പാർട്ടി നേതാക്കളെ കൂടി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് തന്നെ CPM പങ്കിന് തെളിവാണ്. ഭരണത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് CPM കൊലപാതക രാഷ്ട്രീയത്തിന് അവധി നൽകിയിരിക്കുന്നത് എന്നും ചെന്നിത്തല പറഞ്ഞു. രമ അപ്പീൽ നൽകിയാൽ പിണറായിക്ക് പ്രതിസന്ധിയാവും. ഒരു ഘട്ടത്തിൽ ചന്ദ്രശേഖരന്റെ ഭാര്യയും MLAയുമായിട്ടുള്ള KK രമയും UDFും തമ്മിൽ തെറ്റുന്ന ഘട്ടം വരെ എത്തി.